അവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. സീരിയൽ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാരും കൂടെ അതുപോലെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തിയിരിക്കുക. അപ്പം ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പം നമ്മുടെ കുടുംബശ്രീ സാരഥ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ? എപ്പിസോഡ് തുടങ്ങുന്നതിന് നമ്മുടെ രോഹിത്, ചന്ദ്രബോസ്, സുസ്മിത ഇവരെല്ലാം കൂടെ ഇരുന്ന് വെള്ളമടിക്കുകയാണ്. വെള്ളമടിക്കുന്ന സമയത്ത് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുകയാണ്. അപ്പോൾ വിഷ്ണുവിൻ്റെ ലോറിയിൽ സ്പിരിറ്റ് വെച്ച കാര്യങ്ങൾ ഇതെല്ലാം സംസാരിക്കുന്നു. അപ്പം നമ്മുടെ സുസ്മിത പറയുന്നു, അവനെ എങ്ങനെയും പുറത്ത് കൊണ്ടുവന്നേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ നമ്മൾ കുടുങ്ങും എന്നുള്ള രീതിയിൽ പറയുകയാണ്. അപ്പോൾ രോഹിത് പറയാണ്, അവന് വേണ്ടപ്പെട്ടവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവൻ എന്തായിട്ടും പുറത്ത് വരും. എനിക്ക് തന്നെ ഒരു പ്രശ്നം വന്നെന്ന് പറഞ്ഞാൽ പോലും അവൻ ഓടിയെത്തുമെന്ന് പറയണേ. അപ്പം സുസ്മിത ചോദിക്കുകയാണ്, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? നിനക്കിപ്പോഴും അതൊന്നുമല്ല, ഞാൻ അവനെ വീഴ്ത്താനുള്ള കാര്യങ്ങൾ പറഞ്ഞാണെന്നുള്ള രീതിയിൽ നമ്മുടെ രോഹിത് പറയുകയാണ്. അങ്ങനെ സുസ്മിതയും ചന്ദ്രബോസും ഇവർ 3 പേരും കൂടി ഇങ്ങനെ വെള്ളം അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ശ്യാമയാണെങ്കിൽ മോളിൽ നിന്ന് ഇതെല്ലാം കേൾക്കുകയാണ്. അപ്പം മോളിൽ നിന്ന് കേൾക്കുന്ന സമയത്ത് ഇപ്പോൾ ഫോൺ എടുത്ത് ആരെയും വിളിക്കുന്നുണ്ട്, അപ്പോൾ കിട്ടുന്നില്ല. അപ്പോൾ പെട്ടെന്ന് താഴേക്ക് ഇറങ്ങി വരികയാണ്. രോഹിത്, നിങ്ങൾ എന്തായി ചെയ്തത്? വിഷ്ണുവേട്ടൻ്റെ ലോറിയിൽ നിങ്ങളാണല്ലോ സ്പിരിറ്റ് വെച്ചതെന്നുള്ള രീതിയിൽ അവൾ ചോദിക്കുകയാണ്. ഞാനിതെല്ലാം വിളിച്ച് പറയുകയാണ്. അപ്പം തന്നെ രോഹിത്തിന് മനസ്സിലായി, ഇവൾ വിളിച്ച് പറയും, ഇത് പ്രശ്നമാകുന്നുള്ളത് സുസ്മിതയ്ക്കും ചന്ദ്രബോസിനും നന്നായിട്ട് അറിയാം. അപ്പോൾ ആ സമയത്ത് തന്നെ രോഹിത്തിനെ കണ്ണുകൊണ്ട് നമ്മുടെ സുസ്മിത കാണിക്കും. അങ്ങനെ ഇവള് വലിച്ചുകൊണ്ട് മുകളിലേക്ക് പോവുകയാണ്. മുകളിലേക്ക് പോയിട്ട് ഒരു മുറിയിലേക്ക് തള്ളിയിടുകയാണ്. അപ്പോൾ പപ്പിമോള് പറയുന്നുണ്ട്, അമ്മയെ തല്ലരുത്. അതൊന്നും രോഹിത് കേൾക്കുന്നൊന്നുമില്ല. അങ്ങനെ പപ്പിമോളെയും നമ്മുടെ ശ്യാമയും ഒരു റൂമിലിട്ട് പൂട്ടുകയാണ്. അപ്പം മൊബൈലാണെങ്കിൽ രോഹിത് കയ്യിലും മേടിച്ചു വെച്ചു. അപ്പം നമ്മുടെ ശ്യാമയാണെങ്കിൽ കതക് തട്ടി, രോഹിത്തെ കതക് തുറക്ക്, എനിക്ക് ആ ഫോൺ തരാനൊക്കെ പറയുന്നു. പക്ഷെ ഫോണൊന്നും നമ്മുടെ രോഹിത് കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മുടെ താഴെ ഇരുന്ന് ചന്ദ്രബോസ് പറയുന്നത്, ഇവനെ ഞാൻ വിചാരിച്ചത്ര മോശമല്ലല്ലോ എന്നുള്ള രീതിയിൽ പറയുന്നു സുസ്മിതയോട്. അപ്പോൾ പറയുന്ന അതിപ്പോൾ മനസ്സിലായില്ലേ എന്നുള്ള രീതിയിൽ ചോദിക്കുകയാണ്. അപ്പോഴത്തേനും ശാരദാമ്മ വിളിക്കുന്നത്. അപ്പോൾ രോഹിതിന് ഫോണിലേക്ക് നോക്കുമ്പോൾ ശാരദാമ്മ ടീച്ചറെയാണ് വിളിച്ചിരിക്കുന്നത്. അപ്പം ചന്ദ്രബോസിനോട് പറഞ്ഞു, ടീച്ചറെയാണ് വിളിച്ചിരിക്കുന്നതെന്ന് പറയുന്നു. അപ്പോൾ ടീച്ചർ തിരിച്ച് വീട്ടിൽ നോക്കുമ്പോഴത്തേനും ശ്യാമ ഒരുപാട് തവണ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ തിരിച്ച് വിളിക്കുമ്പോൾ ഫോൺ കട്ടാകുന്നു. അത് രോഹിത്താണ് കട്ടാക്കുന്നത്. അപ്പോൾ തന്നെ നമ്മുടെ ടീച്ചർക്ക് മനസ്സിലാക്കുന്നു, എന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നു. അങ്ങനെ പിന്നീടാണെങ്കിൽ നമ്മുടെ വിഷ്ണുവും കമലനും ശാലിനിയും കൂടെ യാത്ര തിരിക്കുകയാണ്. കാരണം ഇവർക്ക് സത്യം കണ്ടെത്തിയേ പറ്റുകയുള്ളൂ. അപ്പോൾ പോകുന്ന വഴിയിലൊക്കെ നമ്മുടെ വിഷ്ണു പറയുന്നുണ്ട്, ഇതൊക്കെ നടക്കുമോ, ഇതൊക്കെ ശരിയാകുമോ എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ശാലിനി ധൈര്യം കൊടുക്കുകയാണ്, എന്തായാലും നമ്മൾ കണ്ടെത്തും എന്ന് പറയുകയാണ്. അങ്ങനെ ഓരോ സ്ഥലങ്ങളിലെത്തുമ്പോൾ ശാലിനി ചോദിക്കുന്നു, ഇവിടെ നിങ്ങൾ എന്തെങ്കിലും ഇറങ്ങിയിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ കമലിനോടും ഒക്കെ ചോദിക്കുകയാണ്. അങ്ങനെ ഒരു കടയിലെത്തിയപ്പോൾ കമലൻ പറയുന്നത്, നമ്മൾ ഇവിടെ നിർത്തിയിരുന്ന് ജ്യൂസ് കുടിച്ചിരുന്നു, പക്ഷേ പുറത്തേക്ക് ഇറങ്ങിയില്ല എന്നുള്ള രീതി പറയുകയാണ്. അങ്ങനെ കാറ് മുന്നോട്ട് പോവുകയാണ്. ആ സമയത്താണ് ശാരദ ടീച്ചർ വിളിച്ചിട്ട് പറയുന്നു, മോളെ ശ്യാമയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, നീ ഒന്ന് വിളിക്കണം എന്ന് പറയുന്നു. അങ്ങനെ ഫോൺ കട്ടാക്കുന്നു. അപ്പോൾ അമ്മ, ഞാനിപ്പോൾ തിരക്കാണ്, ഞാൻ പിന്നെ വിളിച്ചോളാം എന്നുള്ള രീതിയിൽ പറയുകയാണ്. അപ്പോൾ വിഷ്ണുവിനോട് പറയുന്നു, ശ്യാമയുടെ കാര്യത്തിൽ നമുക്ക് ഉടനെ ഒരു തീരുമാനം ഉണ്ടാക്കണം എന്ന് പറയണം. അങ്ങനെ മുന്നോട്ട് ഓടിക്കുന്ന സമയത്ത് നമ്മുടെ കമലം പറയും, ഒന്ന് നിർത്ത് ആശാനെ, ഒന്ന് നിർത്തുന്ന് പറയും. അങ്ങനെ നിർത്താൻ പറയുമ്പോൾ പിന്നെ വിഷ്ണുവിക്ക് എന്താടാന്ന് ചോദിക്കുന്നത്, ആ സ്ത്രീയെയും അമ്മയോ കുഞ്ഞിനെയോ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ നമ്മുടെ വിഷ്ണു ഇങ്ങനെ ആലോചിച്ചിട്ട് പറയും, എനിക്ക് ഓർമ്മ വരുന്നില്ല, എന്താന്ന് പറയാൻ പറയും. അപ്പോൾ പറയും, നമ്മുടെ ലോറിയുടെ മുമ്പിലേക്ക് ചാടിയില്ലേ, അവളിപ്പോൾ ഗർഭിണിയാണെന്ന് പറഞ്ഞാലേ ചാടിയത്, പക്ഷെ നോക്ക് അവൾ ഗർഭിണിയൊന്നും അല്ല എന്നുള്ള രീതിയിൽ പറയുകയാണ്. അപ്പം വിഷ്ണുവിന് പെട്ടെന്ന് ഓർമ്മ വരും. അങ്ങനെ ശാലിനി പറയും, ഇവിടുന്ന് നമുക്ക് എന്തെങ്കിലും തുമ്പ് കിട്ടാതിരിക്കത്തില്ല, ഇറങ്ങാൻ പറയാം. അങ്ങനെ 3 പേരും കൂടെ ഇറങ്ങുകയാണ്. ഇവരെ ചെന്ന് അവരുടെ മുമ്പിൽ നിൽക്കുന്ന സമയത്ത് നമ്മുടെ വിഷ്ണു ഇങ്ങനെ മുഖത്ത് മൂടിയിട്ടിരിക്കുന്ന എടുത്തിട്ട് പറയും, സുഖപ്രസവമൊക്കെ ആയിരുന്നല്ലോ എന്ന് ചോദിക്കുക. അപ്പോൾ അവൾക്ക് മനസ്സിലായി എന്തോ ചതിയാണെന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അവളുടെ മുഖമൊക്കെ മാറി. അപ്പോൾ പെട്ടെന്ന് തന്നെ കുഞ്ഞിനോട് പറയും, ഓടി രക്ഷപ്പെട്ടോളാൻ പറയാം. അപ്പോൾ പറയാം, അങ്ങനെ പോകാൻ വരട്ടെ എന്ന് പറയാം. അങ്ങനെ ഓടുന്ന സമയത്ത് നമ്മുടെ ശാലിനി ചെന്ന് പിടിച്ച് നേരെ ഇങ്ങനെ ഇടുകയാണ്. കുഞ്ഞിനെ കമലവും പിടിക്കുന്നു. അപ്പോൾ പറയും, ഞാൻ ആരാണെന്ന് എനിക്കറിയുമെന്ന് ചോദിച്ചു. ഞാൻ ജില്ലാ കളക്ടറാന്ന് പറയും. നീ സത്യം പറയാൻ പറയാം, എന്താ സംഭവിച്ചത്, അന്ന് എന്തിനാണ് ഇവരുടെ മുമ്പിൽ ചാടിയെന്നൊക്കെ പറയുകയാണ്. അങ്ങനെ അവൾ ആ സ്റ്റോറി പറയുകയാണ്. ഇവരിങ്ങനെ വണ്ടി ഓടിച്ചു വരുന്ന സമയത്താണ് ഈ കുഞ്ഞ് ഇവളിങ്ങനെ ഗർഭിണിയാണെന്ന് അഭിനയിച്ച് ഈ ലോറിയുടെ ഫ്രണ്ടിലേക്ക് ചാടുന്നതും അങ്ങനെ വെള്ളം കുടിക്കാൻ ചോദിക്കുന്നു. അപ്പോൾ വിഷ്ണു ചോദിക്കുന്നുണ്ട്, ഹോസ്പിറ്റലിൽ പോകണമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവള് സമ്മതിക്കുന്നില്ല. അങ്ങനെ
വന്നു ചാടുന്ന സമയത്ത് ഇവളപ്പോൾ എല്ലാ സത്യങ്ങളും വെളിപ്പെടുത്തുകയാണ്. ഇങ്ങനെ കുറച്ച് ഗുണ്ടകൾ പറഞ്ഞിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ആ സമയത്താണ് ഇങ്ങനെ സ്പിരിറ്റ് അതിലേക്ക് വെക്കുന്നതും എന്ന് പറയുകയാണ്. പിന്നീട് മറ്റേ ഗുണ്ടകളെ തേടിയാണ് അവരുടെ യാത്ര. അങ്ങനെ ഈ ഗുണ്ടകളെ തല്ലി എല്ലാത്തിനെയും ശരിയാക്കുന്നുണ്ട്. അങ്ങനെ വിജയത്തിൻ്റെ പാതയിലേക്ക് നമ്മുടെ വിഷ്ണുശാലിനി അടുക്കുകയാണ്. എന്തായാലും ചന്ദ്രബോസിനുള്ള 8ൻ്റെ പണിയുമായിട്ടാണ് അവർ വരുന്നത്. അപ്പോൾ നാളത്തെ എപ്പിസോഡിനായി എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.